എന്താ പറയാ പറയാം. ആടുജീവിതം എന്ന സിനിമയെ കുറിച്ച് കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നങ്ങട് മാറി കൊടുക്ക്. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. എത്ര കാലം മുമ്പാണ് ആടുജീവിതത്തെ കുറിച്ചുള്ള തള്ളുകൾ ആരംഭിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. 16 വർഷം നീണ്ട സബരിയാണ് ബ്ലെസ്സി എന്ന സംവിധായകന്റെ സ്വന്തം ശരീരത്തിന്റെ ഭാരം 35 കിലോഗ്രാം കുറച്ച പ്രതിഭാശാലിയാണ് നടൻ പൃഥ്വിരാജ്. മലയാള സിനിമ ഓസ്കാറിലേക്ക് ഉയരുകയാണ്. അങ്ങനെ പോകുന്നു ഈ നീണ്ട തള്ളുകൾ. ആ തള്ളൽ ഈ സിനിമയുടെ റിലീസായപ്പോഴേക്കും അങ്ങ് മൂർധന്യത്തിലെത്തി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ തള്ളിന്റെ ഒരു കുഴപ്പം, ആളുകൾ ഇങ്ങനെ തള്ളി 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 മുമ്പോട്ട് പോകുമ്പോൾ സാധാരണക്കാർ അത് ശരിയാണെന്ന് വിശ്വസിക്കും. എന്ത് വിശാലമായ ചിന്താഗതി! ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? ഈ തള്ള് ഒരു ശാസ്ത്രീയ കലയായി വികസിപ്പിച്ചെടുത്തത് കേരളത്തിൽ പിണറായി വിജയനാണ്. ഒന്നും ചെയ്യാതെ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കുക. ഇരട്ട ചങ്ക് പോയിട്ട് ഒരു ചങ്ക് പോലും ഇല്ലാതിരിക്കവേ ഇരട്ട ചങ്കനാണ് എന്ന് പറഞ്ഞു പറ്റിക്കുക. നജീബ് എന്ന പാവപ്പെട്ട മലയാളിയുടെ ആടുജീവിതം, അവന്റെ രക്ഷപ്പെടൽ, ഇത് മറക്കാത്തൊരു മലയാളിയുമില്ല. ഇതൊരു വിഹ്വലത, ഒരു വേദനയായി തങ്ങി നിൽക്കുകയാണ്. മരുഭൂമിയിലാണ് ആ സിനിമ ചിത്രീകരിക്കുന്നത്. മരുഭൂമിയുടെ അനന്തമായ സാധ്യതകൾ ഉപയോഗിക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. സത്യം പറയാമല്ലോ, ഒരു വികാരവും എനിക്ക് തോന്നിയില്ല. കഷ്ണിക്ക് മരുന്നുണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ അസൂയക്ക് മരുന്നുണ്ട്. ഈ സിനിമയിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത് ക്ലൈമാക്സില്ല എന്നതാണ്. എന്താ സാർ ഈ പറയുന്നത്? ക്ലൈമാക്സില്ല എന്നതാണ്. സത്യമാണോ ഈ പറയുന്നത്? മനോഹരമായ ദൃശ്യം എന്ന് പറയുന്നത് മരുഭൂമിയിൽ സൃഷ്ടിച്ചതുകൊണ്ടോ ദൃശ്യങ്ങൾ മാത്രമാണ്. അത് മോശമൊന്നുമല്ല, നല്ല ദൃശ്യങ്ങൾ. പക്ഷേ ഇവർ പറയുന്നത് പോലെ ഹോളിവുഡിന്റെ ക്ലാസിക് ഓസ്കാർ ഒന്നും ഞാൻ കണ്ടില്ല. ഇത്തിരി കുശുമ്പില്ലേ വാക്കിലെന്നൊരു സംശയം ഉണ്ടാവണല്ലോ. പിന്നീട് നജീബായി മാറിയിരിക്കുന്ന പൃഥ്വിരാജിന്റെ അഭിനയം. പണ്ടൊക്കെ എന്റെയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ഞാനൊക്കെ ഒരുപാട് ഫാൻസി ഡ്രസ് നടത്തിയിട്ടുണ്ട്. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. എന്റെ തോന്നലാണോ ഇത് മഹത്തായ അഭിനയമാണെന്ന് പറയുന്നത്? എനിക്ക് കഴിയില്ല. ഭയങ്കരം തന്നെ. ഇത് അഭിനയം കൂടിപ്പോയി. ഞങ്ങൾ പോട്ടെ എന്നാ.